ആന്ധ്രാപ്രദേശ്, തെലങ്കാന ഈ സ്റ്റേറ്റുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫെസ്റ്റിവലാണ് മകർ സംക്രാന്തി എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ ഓണവുമായി ഇതിന് ചെറിയ ഒരു താരതമ്യമുണ്ട്. മകർ സംക്രാന്തി എന്ന് പറയുന്നത് ഒരു ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവലാണ്. മെയിനായി എല്ലാ വീടുകളുടെയും മുൻപിൽ ഇതുപോലെയുള്ള രംഗോലി എന്ന് ഹിന്ദിയിൽ പറയുന്ന മുഗ്ഗു എന്നാണ് തെലുങ്കിൽ ഇതിന് പറയുക. ഇപ്രകാരം പല കളറുകൾ ഉപയോഗിച്ച് തങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ഇപ്രകാരം അലങ്കരിക്കുന്നത് കാണാൻ കഴിയും. നമ്മുടെ നാട്ടിലെ ഓണം പോലെ തന്നെ അത്തപ്പൂക്കളം പോലെ തന്നെയാണ് ഇതും. പല കളറുകൾ ആണ് ഇവർ ഇതിന് ഉപയോഗിക്കുന്നത്. പല രീതിയിലും പല ഷേപ്പിലും ട്രഡീഷണലായിട്ട് തന്നെയാണ് ഇവർക്ക് ആഘോഷിക്കുക. പല ഷേപ്പും പല കാര്യങ്ങളും ഇപ്പോൾ തന്നെ അവർ നിർമ്മിക്കുന്നതായിട്ട് കാണാൻ കഴിയും. സ്കൂളുകളിലെ കുട്ടികൾ ഇന്ന് വളരെ ഹാപ്പിയായിരുന്നു. രാവിലെ തന്നെ അവർ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് അവർ വരികയും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുകയും റംഗോലികൾ ഇതുപോലെ വളരെ നീറ്റായി തന്നെ അവർ ചെയ്യുകയും അതിനായി അവർ പരിശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ വീടുകളും കാർഡ്ബോർഡും മണ്ണുകൊണ്ടും ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത് കാണുവാൻ വളരെ ഭംഗിയുണ്ട്. ഇതിനുവേണ്ടി അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് കാണുവാൻ കഴിയും. ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സാണ് ഇവർ സാധാരണ ഉപയോഗിക്കുക. നല്ല ഭംഗിയുണ്ട്. പിന്നെ കാണാൻ എൻ്റെ ക്യാമറ കണ്ടപ്പോൾ തന്നെ ഓടി വന്ന് എൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക എന്നൊക്കെ കുട്ടി സന്തോഷത്തോടു കൂടി തന്നെ നിൽക്കുന്ന ഒരു കാഴ്ച. ആക്ച്വലി ഞാൻ അല്പം താമസിച്ച് പോയില്ല. രാവിലെ തന്നെ ഇത് തുടങ്ങിയായിരുന്നു. വീട്ടിലുള്ള കാരണം ഞാൻ താമസിച്ചു. മധുര മീനാക്ഷി ടെമ്പിളിൻ്റെ ഒരു ഗ്രാമീണ ഒരു രൂപകൽപ്പനയാണ്. പോലെയല്ല, അടുത്ത് കണ്ടാൽ വളരെ ഭംഗിയുണ്ട്. മെയിനായിട്ട് പല രൂപങ്ങളെയും ബുള്ളോക്ക് കാർട്ടിൻ്റെ, അതായത് നമ്മുടെ പണ്ട് കാലത്തെ കാളവണ്ടിയുടെ ഒരു ചക്രത്തെയാണ് ആ കാണിക്കുന്നത്. ആ പയ്യൻ തന്നെ വീണ്ടും ചെറിയൊരു കുടവായിട്ട് വന്നിട്ട് എൻ്റെയും കൂടെ ഒരു വീഡിയോ എടുക്കണേ എന്ന് പറഞ്ഞ് ഓടി വന്ന ഒരു കാഴ്ചയായിരുന്നു അത്. ഇതാണ് ഒരു വീടിൻ്റെ ഫ്രണ്ടിലുള്ളത്. ഇതുപോലെ തന്നെ സ്കൂളിൻ്റെയും അതുപോലെ ഗവൺമെൻറ് ഓഫീസിൻ്റെയും ഒക്കെ ഫ്രണ്ടിൽ ഇപ്പോൾ നമുക്ക് ഈ ദിവസങ്ങളിൽ കാണുവാൻ കഴിയും. വളരെ രാവിലെ തന്നെ ഇത് ചെയ്യുന്നതാണ്. പക്ഷെ ഞാൻ അല്പം താമസിച്ചു പോയി. ഇത് ചെയ്യാൻ വേണ്ടി ഏകദേശം 2-3 മണിക്കൂർ എടുത്തിട്ടുണ്ട്. ഹാപ്പി മകർ സംക്രാന്തി ടു ഓൾ.